ഹലോ. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്കൊന്നൊരു ഭൂരി തയ്യാറാക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ കാക്കില ഗോതമ്പ് മാവ് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു പാത്രത്തിലോട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 2 ടീസ്പൂൺ റവയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു ബൗളിൽ കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ആ വെള്ളവും കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒരു സ്പൂണും കൊണ്ട് ഇതുപോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഇതിലോട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന പോലെ മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവേ. ഇനി ഇതിലോട്ട് കുറച്ച് നമുക്ക് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു 10 മിനിറ്റ് അടപ്പിട്ട് മൂടിക്കൊടുത്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇത് 10 മിനിറ്റ് കഴിഞ്ഞെടുത്ത് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ട് നമുക്കിതുപോലെ ഓരോ ബൗളാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് പ്രസ്സും കൊണ്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റായിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഭൂരി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് നന്നായിട്ട് ഉപ്പി വന്നിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. അടിപൊളിയായിട്ട് ഭൂരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇളയമ്മ ഉണ്ടാക്കിയ ഭൂരി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ആ റെസിപ്പി എടുത്തത്. അപ്പോൾ ഇതുപോലെ കടയിൽ കിട്ടുന്ന അതേ രുചിയിലാണ് കേട്ടോ ഈ ഭൂരി ഉണ്ടാകുക. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഭൂരി. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഒന്ന് പൊട്ടിച്ചും കൂടി കാണിച്ചു തരാം കേട്ടോ. അത് കണ്ടില്ലേ, അതിൻ്റെ അകത്ത് ക്രിസ്പി അതുപോലെ